ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഷോസ് ബ്രോക്സ്. സ്വാഗതം. അപ്പൊ ഗായ്സ്, നമ്മൾ ഇന്നത്തെ പരിപാടി നമ്മള് 2 മീനും കൂടി എക്സ്ട്രാ നമ്മൾ മേടിച്ചിട്ടാ. അപ്പൊ കാണിച്ചു തരാം ഏത് മീനാ നമുക്ക് നോക്കിട്ട് വരാം. ഒന്നാമത്തെ മീന് ഏഞ്ചൽ ഫിഷ് ഇട്ടാ. അടിപൊളി വൈറ്റ് കളറും ബ്ലാക്ക് ഡോട്ടൊക്കെ ഉള്ള ഏഞ്ചൽ ഫിഷ് ആട്ടത്. അടുത്ത തന്നെ ടൈഗർ ആട്ടാ. ടൈഗർ നല്ല പേര് തോന്നുന്നു. അവര് ടൈഗർ എന്ന് പറഞ്ഞു. അപ്പൊ ടൈഗർ ഫിഷ് ആട്ടത്. ഇതാണ് ടൈഗർ ഫിഷ്. അവര് പറഞ്ഞു ഈ ഏഞ്ചലിന് ടൈഗർ ഒന്നിട്ട് തന്നെ കടി കൂടാന്ന്. ലാസ്റ്റ് ഏഞ്ചലിന്റെ 14 കടിച്ചു പോരി. ടൈഗർ അല്ലേ, കാട്ടത്തെ രാജാവിൽ ടൈഗർ, രാജാവിലെ ടൈഗർ. സെക്കൻഡ് ഞാൻ പറഞ്ഞു. ശരിക്കും വരുന്നൊരു ശരിക്കും ബൈറ്റ് ഫോഴ്സിലല്ലേ രാജാവ് സിംഹമായിട്ടുള്ളൂ. നമുക്ക് നദിക്ക് റീസ് ചെയ്യാം. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളിത് വെച്ചിട്ട് ഞാൻ ഭക്ഷണമൊക്കെ പോയ സമയം വൈകി. ഇങ്ങോട്ട് വാക്ക് അവിടെ പോയിക്കണ്. നമുക്ക് ഇതിൽ റിലീസ് ചെയ്യാൻ പോട്ടാ. ഏഞ്ചലാണ് റിലീസ് ചെയ്യാൻ പോണ്. പോവാ, നിങ്ങൾ അടുത്തൊരു പ്രസവിച്ചിട്ട് പോയോ? പോ വാടക ഇത് കാണ്. അത് നോക്കി വെറുതെ വെച്ചിട്ട് കാര്യമില്ല. പുറത്തേക്കോ ഇതെന്തൊരു മടി അവിടെയും പറഞ്ഞു ഇവിടെ നിന്നിട്ട് അങ്ങനെ കേട്ടാ. വീഡിയോയില് കാണണ്ടോന്നറിയില്ല. ഇത് ഒന്നാമത്തെ ഏഞ്ചില് അതിലിടണ്ട. ഇത് രണ്ടാമത്തെ ഏഞ്ച്. ഇതൊന്ന്, ഇത് 2, ഇത് ബ്ലാറ്റി. അപ്പൊ കഴിച്ച് നമുക്ക് ഈ ഗൗരാമീന അല്ല ഗൗരാമീന ഫുള്ള് ഗൗരാമീനുള്ളതായിരുന്നു. ഇത് എന്താ ടൈഗർ ഫിഷ് നമുക്ക് റിലീസ് ചെയ്യാം. അതിന് മുമ്പ് ചെറിയ പരിപാടി ഉണ്ട് നമുക്ക്. ഒന്നും കൂടെ നമുക്ക് കെട്ടിക്കാം. ഇത് ഒരട്ടം കെട്ടിട്ട് നമ്മൾ അയച്ചു വിട്ടാട്ടെ. കാരണം എന്താ അറിയോ, ഏഞ്ചൽ ഫിഷിനെ ടൈഗർ ഫിഷ് കടിക്കുക. നമ്മള് മാറ്റി വെച്ചതാ, ഒന്ന് ചേഞ്ച് ചെയ്ത് വെച്ചു. അൺബോക്സിങ് ഫസ്റ്റ് കഴിഞ്ഞു. അത് വേറെ കാര്യം. എന്നെ കാണിക്കാണ്ട് വന്നേ. ഇനി കഴിച്ച് നമ്മൾ ഇത്തെ ഗപ്പിനെ മാറ്റട്ടെ. കഴിച്ച് ഗപ്പിയൊക്കെ മാറ്റാൻ പോവാണ്. ഇതിന് പോയേ നമ്മള് ഗപ്പിയിൽ നിന്ന് എടുക്കാൻ പോവാ. അപ്പൊ ഈ വളർത്തിട്ടോ ഇത് നീ പിടിച്ച ഗപ്പിയെ കാണാം നമുക്ക്. ഏതുപോലെ ഏതാ ചെറുതോ? ഗപ്പിനെ കാണുന്നുണ്ട് നിങ്ങൾക്ക്. പിടിക്കല്ലേ ഞാൻ പിടിച്ചു കാണിച്ചു, അല്ലെങ്കിൽ കാണിച്ചു. കുറച്ച് ബേബീസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ബേബീസിനെ കുറിച്ച് മാറ്റാണ്. ബേബീസിനെ ഇതിലൂടെ റിലീസ് ചെയ്യട്ടെ. ഒക്കെ റിലീസ്. ഒരാളും കൂടി സോറി, 2 ഉണ്ട്. ഇനി നമ്മൾ ഇതിലത്തെ പ്ലാൻസ് ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം. ഇനി നമ്മള് പ്ലാൻ ചെയ്തപ്പോ ബക്കറ്റ് എടുക്കും. പോയേനെ 7 ദിവസം ഇട്ട് പേര് ചേർത്താവും മോശിട്ടത്. നമ്മൾ ഇത് മാത്രം മാറ്റിയെടുക്കട്ടെ. ചെടികൾ, പ്ലാന്റ്സ്. ഇത് വേണ്ടവര് കമന്റ് ചെയ്തോട്ടോ. ഓൺലൈൻ അയച്ചു തരാട്ടാ. ഗപ്പിയും പെട്ടു. ഗപ്പിനെ പിടിച്ച് കിട്ടിയത് കുഴപ്പമില്ല. ഗപ്പി ഇത് നമ്മള് ഗപ്പി പെട്ടിട്ടില്ലല്ലോ. ഇല്ല, ഫുൾ പ്ലാന്റ് ഇട്ടാ. ഇത് നമ്മള് ഡാമിൽ പോയപ്പോ എടുത്ത് പെറുക്കിയ പ്ലാന്റ്. ഇനി നമ്മള് ഇതിന്ന് വെള്ളം കളയും. ആദ്യം ഇതാണ് ഒരു പെൺമീനി. അടുത്ത മീൻ ഇതടുത്തത് നിന്തോ.
ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഗൗരാമി ബ്രീഡ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഗൗരാമിനെ കുട്ടികളൊന്നും കണ്ടു കിട്ടിയില്ല. അപ്പൊ നമ്മള് ഇത് ഗപ്പി പിടിച്ച് വിട്ടു. നീണ്ട കൊറേ കൂത്താടിയും ഫുള്ളൊക്കെ ആയി. അപ്പൊ പിന്നെ ഗപ്പിക്ക് ആരൊക്കെ പറ്റി വെച്ചിട്ട് നമ്മള് ഗപ്പി പിടിച്ച് ഇരിക്കേണ്ടി ചെയ്ത്. ഇതാണ് നമ്മളെ ഗപ്പി കുട്ടി കേട്ടോ. ക്ലിയർ ഉണ്ടോ? കാണാല്ലോ. ഹലോ. അപ്പൊ പിടിച്ചല്ല അതും അതേമാതിരി തന്നെ പോയി. ഓയിക്കോ തിരിഞ്ഞോ? ഇല്ല, പോയി. എല്ലാരും ഓടി വന്നേ. നമ്മൾ പിന്നെ ഒരു പെണ്ണിനെ പിടിച്ചു. ഇപ്പൊ മെയിൽ ഫിഷ് പിന്നെ ഫീമെയിൽ ഫിഷായി. രണ്ടിടത്ത് പിടിക്കാണ്. ഒറ്റരാഞ്ചല്ലേ ഒരു വെടിക്ക് 2 പക്ഷി പറഞ്ഞു. ഒരാണിനെയും കിട്ടി, ഒരു പെണ്ണിനെയും കിട്ടി ഗൈസ്. നമ്മൾ പുതിയ മൈക്കൊക്കെ മേടിച്ചു കേട്ടോ. പുതിയ മൈക്കൊക്കെ മേടിച്ചു. 2 മൈക്ക് മേടിച്ചു. 2 കേട്ടോ ഗൈസ്. ഒന്ന് തീപ്പൊട്ടി, ഒന്ന് തീപ്പൊട്ടി. ഞങ്ങളിത് ആദ്യമായിട്ട് ഉപയോഗിക്കണ കാരണം അതെങ്ങനെയാണെന്ന് അറിയണില്ല. ബഗ് ഉണ്ടെങ്കിൽ ക്ഷമിച്ചു വിടുക. അകപ്പാട് കളി കഴിച്ചു. നമുക്ക് ഇന്ന് വെള്ളം കളയാൻ നല്ലത്. അപ്പൊ മാറിയടാ. ഗപ്പി കഴിഞ്ഞു. 3 ഉള്ളൂ. 3 പെണ്ണുണ്ട്. 3 പെണ്ണിനെ പിടിച്ചു. അപ്പൊ നമുക്ക് വെള്ളം മാറ്റാട്ടോ ഗൈസ്. അതിന് മുമ്പ് ഞാൻ പാൻ്റ് ഒന്ന് കെട്ടട്ടെ, അല്ലെങ്കിൽ പാൻ്റ് ഫുള്ള് നനഞ്ഞ ഉമ്മച്ചി ചെയ്തു. വാങ്ങി കൊടുത്തു തുടങ്ങി ഗൈസ്. എന്തൊക്കെ പൊട്ടുണ്ട്. ഇപ്പൊ പോകേണ്ട കൂട്ടോടെ കുട്ടികളാ മീൻ എന്തെങ്കിലും അതിന്റെ ബാക്കിലും നോക്കി നീ. ബാക്കിലും നോക്കി ആ ചട്ടിയിലപ്പുറത്ത്. അതല്ല തിരിച്ചിട്ട് നോക്ക് നീ. ഈച്ചോള് എന്തോ പറ്റി നോക്കി. തേനീച്ചോടൊളക്കിയാ സാധ്യതയില്ലല്ലോ. തേനീച്ചക്കൂടില്ലല്ലോ ഇനി ഒന്നുമില്ല. സ്റ്റോറിയിലേക്ക് എന്തത് അല്ലേ ഞാൻ പറഞ്ഞു. എട്ടിക്കാലി ഗൈസ്. എല്ലാ ജീവികളും ഉണ്ട് ഇതിന്റെ ബാക്കില്. എടാ ഇത് കാണിച്ചു കൊടുത്തേ. കണ്ട് ഗൈസ്, ഇരുന്നോടെ തന്നെ ഒരുമാതിരിയായി. ഹായ് ഗൈസ്, കിട്ടിപ്പോയി. ഞാൻ പോരാട്ടാ, സാധനം തരാം ഗൈസ്. ഞാൻ കാര്യം കാണിച്ചാൽ ഒരു മണ്ണിരേനെ കിട്ടി. അപ്പൊ ഇന്നത്തെ കാറ്റ് ഫിഷിന്റെ കാര്യം ഉഷാരി. കാറ്റ് ഫിഷിന് മൊയ്യുള്ള സംഭവം കിട്ടിയിട്ട് ഗൈസ്. ഒന്ന് കിട്ടുന്നേതോ ഗൈസ്, നൂഡിൽസ്. ഒന്ന് വിളിക്ക്. ഇനിയുണ്ടോ ഗൈസ്? കാറ്റ് ഫിഷിനും മൊയ്ക്കുള്ളതായിട്ട് ഗൈസ്. ഇന്നത്തേക്കുള്ള ഡിന്നർ കുഴിമന്തി കിട്ടി ഗൈസ്. കുഴിമന്തി നമ്മൾ അടുത്ത ആൽബിനെ കാറ്റ് ഫിഷ് പഠിക്കാൻ പോലും. ആൽബിനെ കാറ്റ് ഫിഷ് പഠിക്കാൻ കിട്ടും ഗൈസ്. നമുക്കെന്നാ ഇവരൊക്കെ വരണേ നമുക്ക് ഫീഡ് ചെയ്യാം. പോയി കുട്ടി നമ്മൾ കയ്യണൊക്കെ കുടിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അറപ്പാവണ്ട വെച്ചിട്ട് നിങ്ങള് ഫീഡ് കൊടുക്കാൻ ഗൈസ്. ഹാൻഡ് ഫീഡ് സ്ഥലം പോയി ഗൈസ്. അതിന്റെ വന്നേ സൂചിച്ച് പോയിക്കോട്ടെ. ഞാൻ ഇതിക്കോട്ടെ വിളിക്കാം. ചേച്ചി മണ്ണീര് കിട്ടി നിങ്ങളുടെ വോയിസ് പോവേ. ക്ലിയർ ആണ്ട്രാ. ഫിഷ് ബൈക്കിൽ കഴിഞ്ഞ അറിയാണ്ട് വിട്ടു പോകുന്നു. നമുക്ക് മറ്റേന്ന് പിടിക്കാം. ഇത് നമ്മള് ഇത് കാണുമെന്ന് അറിയില്ല. നേരെ നമ്മള് ഇവരെ കൊടുക്കാൻ പോട്ടാ. അത് കാണൂല. ഇത് അവിടെ അടിയെ പോയില്ല. കുറച്ച് ബബിൾ മുളക്ക് വരുള്ളൂ. അത് കാണൂല. തുഞ്ചിരോളി നമുക്കിത് വൃത്താക്കാട്ടാ. മീനൊന്നുമില്ലല്ലോ. ഉണ്ടാവില്ല. സാധനം കുറവ് തന്നെയാണ്.
എന്നാലും ചെക്കിങ് ഗൈസ് അവിടെ തേനീച്ച കൂടെ ഒറ്റ കാലിൽ കൂടെ എന്താ തോന്നുന്നു. എന്തൊക്കെ ഉണ്ട് ഗൈസ് അവിടെ. ഞാൻ കാണിച്ചു തരട്ടെ ഗൈസ്. അവിടെ എന്തോ ഉണ്ടാ, ഇതിന്റെ അവിടെ എന്തോ ഒരു ഇതുണ്ട്. എന്താ കമന്റ് പറയുന്നൊരു കമന്റ്. ഞാൻ കമ്പിച്ചകിരി പഠിച്ചത്. കമ്പിച്ചകിരി മേടിക്കാൻ പോണു ഗൈസ്. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ ഇത് കടയിൽ പോയി മേടിക്കണത് എങ്ങനെയാന്നല്ലേ? ഇത് കഴുകാനേ അത് കറക്റ്റ് തേച്ചു കൂടി മതി. നല്ല കളകി വരുന്നു ബക്കറ്റ് പറ്റിപ്പോ. നമുക്ക് തേച്ചൊക്കെ അഞ്ചാൾക്കായി. അത് എന്ത് ഇതാന്ന് അറിയണ്ടേ? ഒരു 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 വിമിഷ്ടം അതറിയാതിരിക്കും. നോക്ക് ഇത് പൊള്ളു. ഇനി ഇടുവാ ഇടുവാ മറ്റേ തേച്ച് അതാ കൊറേ പ്രാണികൾ മാതിരി. സാധനം അറിയോ? തേനീച്ചല്ല. എന്ത് അപ്പൊ കഷ്ണം നൊയമ്പൻ ഉണ്ട്. നൊയമ്പൻ അങ്ങനെ പേര് പറയാൻ എനിക്കറിയില്ല. ഞാൻ ആദ്യത്തെ കാണുന്നു. അപ്പൊ നമുക്ക് ഈ സാധനം ഫുള്ള് തേച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി കാണാം. ബൈ ദ ബൈ. ഇത് കഴിഞ്ഞപ്പോ വലിച്ചെറിയ ഇതത്ത് തോട്ടിക്ക് വലിച്ചെറിയ. ചളിവെള്ളായി ഗൈസ് കാലിന്. ഓക്കെ അത് ഫിക്സ് ആയി ഗൈസ്. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഇപ്പൊ എന്താ ചെയ്യാ? ഈ ടാങ്കിൽ ഇത്തിരി വെള്ളം കൂടുതലാ. അത് കുറച്ച് പാര എനിക്ക് മനസ്സിലായി. പക്ഷെ എന്തിക്കൂടെ പാരും മക്കളെ നമ്മൾ ഇതിട്ട് വെള്ളം എടുത്തിട്ട് അപ്പുറത്ത് കൂടെ പായ മീനില്ലേ ഉണ്ട്. കാണാണ്ട് പോയി സംശയം ബുദ്ധിമുട്ട് പോലെയല്ലോ. അത് വലിയൊരു ടെക്നോളജിയാണ്. ടെക്നോളജി വർഷങ്ങൾ എടുക്കും തോന്നുന്നു. ഇത് വേണ്ട വർഷങ്ങൾ എടുക്കും. അപ്പൊ പക്ഷേ ഒരു ബക്കറ്റ് എടുത്തിട്ട് വരാം ഗൈസ്. അപ്പൊ കഴിച്ച് നമ്മളിതാ ചോറ് വെക്കണ കാലെടുത്തിട്ട് പോകുന്നു. നമ്മള് മച്ചു കാണണ്ട. മീനൊന്നുമില്ലല്ലോ അല്ലേ? മീൻ്റെ അതില് കാണൂലോ. മീൻ എന്തെങ്കിലും ടൈല് കാണൂലോ. ഇന്ന് നല്ല പെരും മഴ പെയ്തിട്ടുണ്ട്. ഇന്ന് രാത്രി മുതൽ പെരും മഴ. നമ്മള് ടാങ്ക് ഒരു നിറഞ്ഞു. അപ്പൊ നമ്മള് വെള്ളം മുക്കായി കഴിക്കുക. അപ്പൊ ഇത് നിറഞ്ഞോണ്ട് ഇപ്പോ ഇങ്ങനെ മഴ പെയ്ത് തന്നെ ടാങ്ക് നിറഞ്ഞു കൊടുക്കുക. അതുകൊണ്ട് നമ്മൾ ഈ ടാങ്കിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് ഒഴിക്കാണ് ആ ടാങ്കിലേക്ക്. ഈ ടാങ്കിന് ആ ടാങ്കിലേക്ക്. ആ ടാങ്ക് ഇവിടെ തൊട്ടിയാണ്. മീനൊന്നുമില്ലേ? മാനേജല്ലേ എനിക്ക് കുറച്ചും കൂടി നടക്കണം കഴിച്ചു. അപ്പൊ കഴിച്ച് നമ്മള് അത്യാവശ്യം നമ്മള് നിറച്ചിട്ടാ. ഈ കഴിച്ച് നമ്മള് ഇതിന്റെ ടെമ്പറേച്ചർ കറക്റ്റ് ആക്കിട്ടാ ഇത് കിടക്കാൻ. അതിനു മുമ്പ് നമ്മള് ഇതിട്ടിട്ട് വേണം പ്ലാന്റ് ഇടണോ. പ്ലാന്റ് ഇട്ട് വേണം ഇതിട്ട്. എന്തൊക്കെ ചെയ്യാലോ ഇജ്ജ് പറയ്. പ്ലാന്റ് മതിയാ? പ്ലാന്റ് ഇടാം. പ്ലാന്റ് കഴുകുക കേട്ടോ. അയ്യോ പൂവല്ലേ ഞങ്ങൾ അയ്യോ. പ്ലാന്റ് കഴുകി കഴിഞ്ഞു. ഇത് പകുതി കേട്ടോ. ടാങ്ക് വൃത്തിയാക്കല് പകുതി കേട്ടോ. ഇനി ടാങ്ക് അതൊക്കെ റിലീസ് ചെയ്ത് വിട്ടിട്ട് ഇനി നമ്മള് ടൈഗർ ഫിഷിനെ ഓറഞ്ച് ആൻഡ് ഗ്രീൻ ആയിട്ട് കഴിച്ചിട്ടുണ്ടാവും. ഓറഞ്ച് ആൻഡ് ഗ്രീൻ ഷെയ്ഡ് അല്ലേ? ഇത് എഗ് ചെയ്യാണോ അതോ ബ്രീഡ് ചെയ്യാണോന്ന് കമന്റ് ചെയ്തിട്ട്. ഏഞ്ച് ഫിഷ് ഏത് ചെയ്യണ്ടെന്ന് കമന്റ് ചെയ്യും. ഓരോരുത്തർ പേര് വെച്ചിട്ട് കമന്റ് ചെയ്തിട്ട്. അപ്പൊ ഏഞ്ച് ഫിഷ് ബ്രീഡ് വെച്ചെങ്കിൽ ബ്രീഡിന്ന് കമന്റ് ചെയ്യാ. ഇനി ഏഞ്ചൽ ഫിഷ് എഗ് ചെയ്യാച്ചെങ്കിൽ ഏഞ്ചൽ ഫിഷ് എഗ് ചെയ്യുന്നു പറയട്ടെ. അല്ലെങ്കിൽ ടൈഗർ ഫിഷ് എഗ് ചെയ്യുന്നു പറയും. അതില് അറിയുന്നവര് കമന്റ് ചെയ്യാം. പാന്റ് മാറ്റിട്ടാ ഇല്ല മോള് ടൈഗറിനെ ഇതിടാട്ടാ. ടൈഗർ പോയി അടുത്ത കുട്ടിയായിട്ട് പോവാ. ഇങ്ങനെ നോക്കുമ്പോ ഭംഗിയിട്ടാ വീണോളാ. ഇങ്ങനെ നോക്കുമ്പോ കാണാൻ ഭംഗിയിട്ടാ. ഇങ്ങനെ നോക്കുമ്പോ അല്ലേ നല്ല രസമുണ്ട്. പക്ഷെ സൈഡിക്ക് വരുമ്പോ മറ്റേ ടൈഗറിന്റെ വരകളില്ലേ അത് കാല ടൈഗർ ഫിഷ് വന്നു തോന്നുന്നു.
അതന്നെ എപ്പൊ കണ്ടുപിടിച്ചതോ? ഞാനും ഞങ്ങൾ രണ്ടുപേരും ഇപ്പൊ കണ്ടുപിടിച്ച ഇതാട്ടോ. നമ്മള് ടൈഗർ ഫിഷിനെ നമ്മൾ വിട്ടു വെച്ചിട്ടാ. പോയില്ലേ? പോയി. അതിലെന്നെ തിന്നല്ലേ? ഇങ്ങോട്ട് കാണിച്ചു തരാം. കാണുന്നുണ്ടോന്ന് എനിക്കറിയില്ല. ഇതൊരെണ്ണം പോണു, ഇതൊരെണ്ണം, ഇത് രണ്ടാമത്. കാണില്ലടാ.